2026 IPL സീസണിലെ സെക്കൻഡ് റൗണ്ട് പവർ റാങ്കിംഗ് നമുക്ക് നോക്കാം. ഇത് പോയിന്റ് ടേബിൾ അനുസരിച്ചുള്ള പവർ റാങ്കിംഗ് അല്ല, ടീമിന്റെ പ്രകടനം അനുസരിച്ചാണ് ഈ പവർ റാങ്കിംഗ് നടത്തുന്നത്. പവർ റാങ്കിങ്ങിൽ 10ാം സ്ഥാനം നൽകുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണ്. ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപാട് പ്രശ്നങ്ങൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുണ്ട്. പോയിന്റ് ടേബിളിലും 10ാം സ്ഥാനത്ത് തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. പവർ റാങ്കിങ്ങിൽ 9ാം സ്ഥാനം നൽകുന്നത് മുംബൈ ഇന്ത്യൻസിനാണ്. മികച്ച സ്കോഡ് ഉണ്ടായിട്ട് പോലും ഒരു മത്സരം മാത്രമാണ് ഇതുവരെ മുംബൈ ജയിച്ചത്. ബോളിംഗിൽ ബുംറയടക്കമുള്ള പ്ലേയേഴ്സ് ഫോം ആവാത്തതും ബാറ്റിംഗിൽ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സിന്റെ ഫോമില്ലായ്മയും മുംബൈക്ക് തിരിച്ചടിയാവുന്നു. പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനം നൽകുന്നത് ലക്നൗ സൂപ്പർ ജയൻസിനാണ്. മികച്ച സ്കോഡ് ഉണ്ടായിട്ട് പോലും ലക്നൌവിന് ഒരു ടീം കോർഡിനേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനം നൽകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനാണ്. ആദ്യ 3 മത്സരങ്ങളിലെ തുടർ പരാജയങ്ങൾക്ക് ശേഷം 2 മത്സരങ്ങൾ അടുപ്പിച്ച് ജയിച്ചിരിക്കുകയാണ് ചെന്നൈ. സഞ്ജുവിന്റെ ഫോമും ബോളിംഗിലെ മികച്ച പ്രകടനവും ചെന്നൈക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. പവർ റാങ്കിങ്ങിൽ 6ാം സ്ഥാനം നൽകുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ്. ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ബോളിംഗിലാണ് ഹൈദരാബാദിന്റെ പ്രശ്നം. കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാനെ പരാജയപ്പെടുത്തിയത് ഹൈദരാബാദിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. പവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനം നൽകുന്നത് ഗുജറാത്തിനാണ്. ഗില്ലിന്റെ മികച്ച പ്രകടനത്തിലൂടെ ഗുജറാത്ത് മുന്നോട്ട് കുതിക്കുക തന്നെയാണ്. ബോളിംഗിൽ പ്രസിദ്ധ് കൃഷ്ണയും സിറാജ് ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സ് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഈ വർഷത്തെ കപ്പ് തൂക്കാൻ സാധ്യതയുള്ള ഒരു ടീം തന്നെയാണ് ഗുജറാത്ത്. പവർ റാങ്കിങ്ങിൽ 4ാം സ്ഥാനം നൽകുന്നത് രാജസ്ഥാൻ റോയൽസിനാണ്. രാജസ്ഥാൻ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും വൈഭവ്, ജയ്സ്വാൾ, ജുറൽ എന്നീ പ്ലേയേഴ്സിന്റെ പ്രകടനത്തിലൂന്നിയാണ് രാജസ്ഥാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മിഡിൽ ഓർഡറിൽ രാജസ്ഥാന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഈ വർഷത്തെ മികച്ചൊരു ടീം തന്നെയാണ് രാജസ്ഥാൻ റോയൽ. പവർ റാങ്കിങ്ങിൽ 3ാം സ്ഥാനം നൽകുന്നത് ഡൽഹി ക്യാപിറ്റൽസിനാണ്. ബാറ്റിംഗിലും ബോളിംഗിലും ഒരു ബാലൻസ് സ്കോഡ് തന്നെയാണ് ഡൽഹിക്കുള്ളത്. ഇപ്പോൾ ഇതാ മികച്ച ഫോമിൽ നിൽക്കുന്ന ബാംഗ്ലൂരിനെയും പരാജയപ്പെടുത്തി ഡൽഹി മുന്നോട്ട് കുതിക്കുകയാണ്. പവർ റാങ്കിങ്ങിൽ 2ാം സ്ഥാനം നൽകുന്നത് പഞ്ചാബിനാണ്. നിലവിൽ 1ാം സ്ഥാനത്താണ് പഞ്ചാബ്. ഇതുവരെ ഒരു മത്സരം പോലും പഞ്ചാബ് തോറ്റിട്ടില്ല. ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസിയിൽ മികച്ച പ്രകടനമാണ് പഞ്ചാബ് കാഴ്ചവെക്കുന്നത്. പവർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നൽകുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് തന്നെയാണ്. ബാറ്റിംഗിലും ബോളിംഗിലും മികച്ച ഒരു ടീം തന്നെയാണ് ബാംഗ്ലൂർ. 2 മത്സരങ്ങൾ തോറ്റെങ്കിൽ പോലും കപ്പടിക്കാൻ കൂടുതൽ ചാൻസുള്ള ടീം ബാംഗ്ലൂർ തന്നെയാണ്.